ഹലോ, കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു യാത്ര പോകുന്നതിനെപ്പറ്റി പറഞ്ഞിരുന്നു. അപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ എത്തിയിരിക്കുന്നത് നമ്മുടെ കാപ്പക്കാടുള്ള എലിഫൻറ്റ് റീഹാബിലേഷൻ സെൻറ്ററിലേക്കാണ്. ഇതിനെപ്പറ്റി എനിക്ക് നേരത്തെ ഒന്നും അറിഞ്ഞുകൂടെ, ഇന്നാണ് ഞാൻ ഇതിനെപ്പറ്റിയിട്ട് അറിയുന്നത് ഇങ്ങനൊരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന്. അപ്പം ജസ്റ്റ് ഞങ്ങൾ യാത്ര തിരിച്ച് ഇങ്ങോട്ടെത്തി. ഇവിടെ കുറേ ആനകളുണ്ട്. ഈ ആനകളെയൊക്കെ ശരിക്കും പറഞ്ഞാൽ റീഹാബിലേഷൻ സെൻ്റർ അല്ലേ, പലയിടത്തുനിന്നുമായി രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നവർ, അമ്മ നഷ്ടപ്പെട്ട ആനകൾ, അങ്ങനെയൊക്കെയുള്ള ആനകളെയാണ് ഇവിടെ കൂടുതലായിട്ടും വെച്ചിരിക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള 2-3 കുട്ടി ആനകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അതുപോലെ ഏറ്റവും പ്രായം കൂടിയ ഒരു 85 ഇയേഴ്സ് ആയിട്ടുള്ള സോമൻ എന്ന് പറഞ്ഞൊരു ആന, പിന്നെ മായ ആനക്കുട്ടി, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. ഞാൻ എല്ലാ പേരും ഒന്നും ഓർക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് നടക്കാനുണ്ട്. നമ്മൾ ആകെ രാവിലെ ഒരു ഡേക്ക് ഷേക്ക് കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. പിന്നെ അവിടെ പോയി ക്യാൻറ്റീനിൽ നമ്മളൊരു ലൈം കുടിച്ചു. പിന്നെ അവിടെ തന്നെ നല്ലൊരു ലേക്ക് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അവിടെ നമുക്ക് ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നല്ല വെയിലുണ്ടായിരുന്നു. ഞാൻ കുട പിടിച്ചാണ് നടക്കുന്നത്. വെയിലായതുകൊണ്ട് തന്നെ ബോട്ടിങ് പോകണമെന്ന് നമുക്ക് നല്ല ഡൗട്ടായിരുന്നു ആദ്യം. ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ പെഡൽ ബോട്ട് നമ്മൾ തന്നെ ചവിട്ടി ഇങ്ങനെ തുഴയുന്നതും, അതുപോലെ തന്നെ നമ്മുടെ കൊട്ടവഞ്ചി ഉണ്ടായിരുന്നു. കൊട്ടവഞ്ചിക്കാണെങ്കിൽ ഒട്ടും തന്നെ ഫുൾ നമ്മൾ വെയിലത്ത് ഭയങ്കര എക്സ്പോസ്ഡ് ആയിട്ട് ഇരിക്കേണ്ടി വരും. മറ്റേ പെഡൽ ബോട്ടിനാണെങ്കിൽ മേളിലൊരു ഷെയ്ഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കയറണോ വേണ്ടയോ എന്ന് ആലോചിച്ചിട്ട് ലാസ്റ്റ് കരുതി എന്തായാലും വന്നതല്ലേ, പെഡൽ ബോട്ടിൽ കയറാമെന്ന് കരുതി. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമായിരുന്നു. റൈറ്റും ലെഫ്റ്റും ഒക്കെ അതിൽ തന്നെ നമുക്ക് ആ പെഡൽ അങ്ങോട്ടും ഇങ്ങോട്ടും, പെഡൽ നമുക്ക് ചവിട്ടാം, അതുപോലെ തന്നെ എൻ്റെ ലിവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ ഏത് ഡിറക്ഷനിലോട്ടാണോ പോകേണ്ടത് അതനുസരിച്ചൊക്കെ പറ്റി. എന്തായാലും ഒരു 1 ഡേ ട്രിപ്പ് നമുക്ക് പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. നല്ലൊരു ഗ്രീൻ കളറിലെ ലേക്കും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു വെയിൽ കുറച്ചുകൂടെ കുറഞ്ഞായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. പക്ഷേ അവിടെ എനിക്ക് തോന്നുന്നു, ഞാൻ ചോദിച്ചപ്പം രാവിലെ 8 തൊട്ടോ അത് 9 മുതൽ വൈകിട്ട് 4:30 വരെയുള്ളൂ ടിക്കറ്റ് അവൈലബിൾ. ആ ഒരു ടൈമിൽ എന്തായാലും വെയിലുണ്ടാവും. വെയിൽ കഴിഞ്ഞു പോകാമെന്ന് പറഞ്ഞാൽ നമുക്കൊരു ടൈമിലേക്ക് പിന്നെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് യാത്ര തിരിച്ചു വീണ്ടും അടുത്ത ലൊക്കേഷനിൽ.